ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്നൊരു ദിവസമാണ്. കാരണം ഇന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസമാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവി ഇരുട്ടിലാക്കിയ ക്രമക്കേടുകളാണ് നീറ്റ്, നെറ്റ്, CSIR നെറ്റ്, അങ്ങനെ പലവിധ ദേശീയ പരീക്ഷകളിൽ നടന്നിരിക്കുന്നത്. അതിൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനോട് എന്തു പറയുമെന്നതാണ് ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണോ കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം, ഈ കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിന് നിയമപരമായ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. സിബി ഉണ്ട് നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന്. സിബി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പരമോന്നത കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തെന്നറിയാൻ. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40-ലധികം ഹർജികളാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക. DY ചന്ദ്രചൂഡിനെ കൂടാതെ JB പർദവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ഈ 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. നേരത്തെ ഇത് അവധിക്കാല ബെഞ്ചിന് മുൻപാകെ ഈ ഒരു ഹർജികൾ വന്നിരുന്നു. അപ്പോഴെല്ലാം തന്നെയും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ NDAയ്ക്കും നോട്ടീസ് നൽകുകയും ഇതിൽ മറുപടി പറയണമെന്നെല്ലാം തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി ഇന്നിപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ NDAയും കേന്ദ്ര സർക്കാരും നിരത്തുമെന്ന കാര്യമെല്ലാം തന്നെയും ഏറെ നിർണായകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ഹർജികളിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ റദ്ദാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ഹർജികളാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ 40-ലധികം ഹർജികൾ എന്ന് പറയുമ്പോൾ അതിൽ 12-ലധികം ഹർജികൾ മലയാളി വിദ്യാർത്ഥികൾ നൽകിയ ഹർജികളുണ്ട്, SFI നൽകിയ ഹർജികളുണ്ട്. അങ്ങനെ നിരവധി ഹർജികൾ ഇതിലുണ്ട്. ഈ ഹർജികളെല്ലാം തന്നെയും എല്ലാം ഒരുമിച്ചാണ് ഈ ഒരു ബെഞ്ച് ഒരുമിച്ച് പരിഗണിക്കാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ചില ആവശ്യങ്ങളാണ് ഈ ഹർജിമേലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കുമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്, പുനഃപരീക്ഷ നടത്തുകയെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്, പരീക്ഷ റദ്ദാക്കാതെ മൂല്യനിർണ്ണയം നടത്തുന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്, പരീക്ഷ റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്. അതുകൂടാതെ പുനഃപരീക്ഷയിൽ നിന്നും NDA വിലക്കുക എന്നുള്ള ചില ആവശ്യങ്ങൾ ഉയർത്തുന്നു. പിന്നീട് ചോദ്യപേപ്പർ ചോർച്ച, കൂടാതെ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം, ചോദ്യപേപ്പർ വിൽപ്പനയിൽ ED അന്വേഷിക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള 40-ലധികം ഹർജികളാണ് ഇന്നിപ്പോൾ ഈ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരും NDAയും മുന്നോട്ട് വയ്ക്കുന്ന ചില വാദങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് യുക്തിസഹമല്ല, റദ്ദാക്കിയാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും. ഇത് ക്രമക്കേടുകൾ 2 ഇടങ്ങളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വ്യാപകമായ പരീക്ഷാ ക്രമക്കേടല്ല, ഒറ്റപ്പെട്ട സംഭവമാണെന്ന രീതിയിൽ ചില വാദങ്ങൾ കേന്ദ്ര സർക്കാരും NDAയും നിർത്തുന്നു. സ്വാഭാവികമായും ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വലിയ നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് രൂക്ഷമായ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവധിക്കാല ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനം അന്ന് ഈ NDAയ്ക്ക് തന്നെ നടത്തിയിരുന്നു. കാരണം പരീക്ഷകൾ നീതിയുക്തമായ രീതിയിൽ വേണം പരീക്ഷകൾ നടത്താൻ. എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ശാശ്വതമായി പരിഹാരം കാണണം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവമായി കാണണമെന്ന് സുപ്രീം കോടതി പ്രത്യേകമായ രീതിയിൽ ചില രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ NDA തയ്യാറാകണമെന്നും സുപ്രീം കോടതി എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി വീഴ്ച പരിഹരിക്കാൻ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നെല്ലാം തന്നെയും കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി അന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ എന്ത് നിരീക്ഷണം നടത്തും, കൂടാതെ NDAയ്ക്കും കേന്ദ്ര സർക്കാരിനും എന്ത് പറയാനുണ്ട് എന്നുള്ള എല്ലാം തന്നെയും ഏറെ നിർണായകമാണ്. ഇതിലെ തന്നെ സോളിസിറ്റർ ജനറലുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടക്കമല്ല തന്നെയും മന്ത്രിയടക്കം ഇതിലെ കൂടിയാലോചന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനും NDAയ്ക്കും പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കൗൺസിലിംഗ് നടപടിയെല്ലാം നിലയും പിന്നീടും നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6-ാം തീയതി കഴിഞ്ഞ ദിവസമായിരുന്നു കൗൺസിലിംഗ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഈ കൗൺസിലിംഗ് നടപടികൾ നീട്ടിവെക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ ഈ മാസം 3-ാം
വാർത്തയാകുമെന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജികൾ വരാനിരിക്കുകയാണ്. കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ ഈ കേസ് അന്വേഷണവുമായി CBI മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളടക്കമെല്ലാം നിലയും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ വിശദമായി നൽകേണ്ടി വരും. എന്തായാലും ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ 20 ലക്ഷത്തോളം കുട്ടികളെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന നിലയിൽ ഏറെ നിർണായകമാണ് മനു. ശരി, ഓക്കെ, താങ്ക് യു സിബിയാണ് ദില്ലിയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് രാവിലെ നൽകിയത്. ഏതായാലും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസുകൾ വരികയാണ്, ഹർജികൾ വരികയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, എന്തായിരിക്കും കോടതി പറയാൻ പോവുക എന്നത് ഏറെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു വിഷയം കൂടിയാണ്.